ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെവൻലി സ്പൈസസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നത് നല്ല ഫ്രൈ ചെയ്ത ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കുന്ന നല്ല പൊരിച്ച കോഴി ബിരിയാണി എന്ന് പറയില്ല, അതുപോലെ നല്ല ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ ബിരിയാണി നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കും. ഫ്രൈ ചെയ്തുണ്ടാക്കും, നമ്മൾ വേവിച്ചിട്ടുണ്ടാക്കും, പിന്നെ ഒരുമിച്ച് റൈസും ചിക്കനും ഒരുമിച്ച് വേവിച്ചിട്ടുണ്ടാക്കും. പിന്നെ നമ്മൾ ചിക്കൻ 65 ബിരിയാണി ഉണ്ടാക്കും, ചിക്കൻ ടിക്ക ബിരിയാണി ഉണ്ടാക്കും, പല ടൈപ്പിൽ ചിക്കൻ ബിരിയാണി നമ്മൾ ഉണ്ടാക്കും. ഇന്ന് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എങ്ങനെയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചിക്കൻ എടുത്തിട്ടുണ്ട്. ആ ചിക്കൻ നല്ലതായിട്ട് ചെറിയൊരു ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ലതായിട്ട് ഒരുവിധം വലിയ പീസുകളായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ബോൺലെസ്സും ബോണും എല്ലാം ഉണ്ട് കേട്ടോ. എങ്ങനെ എടുക്കായാലും നന്നായിട്ട് കട്ട് ചെയ്ത് വരഞ്ഞെടുക്കുക കേട്ടോ. എന്നാലാണ് നമ്മുടെ ചിക്കനിലോട്ട് എല്ലാ മസാലകളും പിടിക്കുള്ളൂ. ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് മിനിമം നിങ്ങളൊരു 1 hour ടൈം ഇല്ലെങ്കിലും 1 hour നിങ്ങൾ വെക്കണം. അല്ലാതെ നിങ്ങൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണിയുടെ ചിക്കനിലോട്ട് കറക്റ്റായിട്ട് അതിൻ്റെ മസാലകളൊന്നും തന്നെ പിടിക്കില്ല. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റും അതിനനുസരിച്ച് കുറയും. പറ്റുകയാണെങ്കിൽ 1 night മാരിനേറ്റ് ചെയ്ത് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ പിറ്റേ ദിവസം നല്ലൊരു ബിരിയാണി ഉണ്ടാക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് നല്ലതുപോലെ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിട്ട് വേണം. ഇതിപ്പോൾ ഇത്രയും സമയം ഞാനിവിടെ അരിപ്പയിലിട്ട് വെള്ളം വാർത്ത് വെച്ചതാണ്. വെള്ളം നന്നായി വാർത്ത് കളഞ്ഞിട്ട് വെച്ചില്ലെങ്കിൽ നമ്മളിത് റെഡിയാക്കിയൊക്കെ വെച്ച് നമ്മൾ ഫ്രൈ ചെയ്യാൻ സമയമാകുമ്പോൾ ചിക്കൻ ഇങ്ങനെ വെള്ളത്തിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. കുറേ മസാലകൾ ചിക്കനിൽ നിന്നിറങ്ങിയ വെള്ളത്തിൽ തന്നെ പോകും. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മസാല പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ കുറേ സമയം മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. ഞാനിന്ന് ഓവർനൈറ്റാണ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത്. പെട്ടെന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ മിനിമം 1 hour എങ്കിലും അത് നന്നായി മാരിനേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരുപാട് വാട്ടറി ആയിട്ട് മാരിനേറ്റ് ചെയ്യരുത്. നന്നായി ടൈറ്റായിട്ട് ചിക്കനിൽ എല്ലാ കഷ്ണത്തിലും പിടിക്കുന്ന രീതിയിൽ വേണം മാരിനേറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് എങ്ങനെയാണിത് മാരിനേറ്റ് ചെയ്യാൻ നോക്കാം. ഒരു വലിയൊരു ബൗള് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. എന്നിട്ട് അതിലോട്ട് ആദ്യം നമ്മൾ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമ്മളിത് ആദ്യം നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കിയതിന് ശേഷം മാത്രം നമ്മൾ അതിലോട്ട് ചിക്കൻ ഇട്ടാൽ മതി. ചിക്കൻ്റെ മുകളിലോട്ട് എല്ലാം കൂടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ചിക്കനിലോട്ട് നമ്മുടെ മാരിനേഷൻ പിടിക്കില്ല. ചെറിയ ചെറിയ പീസുകളായിട്ട് ബോൺലെസ് പീസൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ ഇത് വലിയ പീസുകളായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചിക്കനിലോട്ട് കറക്റ്റ് മാരിനേഷൻ പിടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം മസാല തയ്യാറാക്കി അതിലോട്ട് വേണം ചിക്കൻ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ രണ്ടും കൂടി കുറേശ്ശെ മിക്സ് ചെയ്തിട്ടാലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂണാണ് മുളക് പൊടി ഇട്ടിട്ടുള്ളത് കേട്ടോ. എരിവിന് ഞാനിപ്പോൾ ഇത് കാശ്മീരി മുളകല്ല, എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം. ബിരിയാണിയിൽ ഞാൻ ഒരുപാട് എരിവിടില്ല, പക്ഷെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അതിൽ എരിവ് നമ്മൾ കുറച്ച് കൂടുതൽ ഇട്ടാലാണ് കറക്റ്റായിട്ട് അതിലോട്ട് എരിവൊക്കെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ, കാരണം കുറേ മസാലകൾ നമ്മുടെ ഓയിലിൽ പോവും, നമ്മൾ ഫ്രൈ ചെയ്യുന്ന ഓയിലിൽ പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് എടുക്കുമ്പോൾ ഞാനൊരു 3 ടീസ്പൂണാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 ടീസ്പൂൺ മറ്റേ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. എരിവുള്ള മുളക് പൊടിയാണ്. ഇനി ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂണാണ്. കുരുമുളകിൻ്റെ പൊടിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇന്നലെ വീട്ടിൽ പൊടിച്ചിട്ടുള്ള കുരുമുളകാണ് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടായ കുരുമുളക് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പാകത്തിന് ഇട്ട് കൊടുക്കുക. അതിനൊരു 1/2 ടീസ്പൂൺ നമ്മുടെ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക, ഗരം മസാലപ്പൊടി. ഇനി മറക്കാണ് നമ്മൾ ചേർക്കേണ്ടതാണ് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്. ഒരു 4 വലിയ അല്ലി വെളുത്തുള്ളി, ഇവിടുത്തെ വെളുത്തുള്ളി നല്ല വലുതാണ്. ഒരു 4 വലിയ അല്ലി വെളുത്തുള്ളി, ഒരു 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇതെല്ലാം കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ നമ്മുടെ പാകം നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. അത് ആദ്യം കുറച്ച് ഇടുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കണം. നാരങ്ങ നീര് ഇല്ലെങ്കിൽ കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് മല്ലിയിലയും പുതിനയിലയാണ് കേട്ടോ. ഒരുപാട് മല്ലിയില ഇപ്പം ഇടുന്നില്ല, ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. നമ്മൾ വറക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. കുറച്ച് ഇട്ടാൽ മതി. ബാക്കി നമുക്ക് ബിരിയാണി റൈസിലോട്ട് ഇടാം. മല്ലിയിലയും പുതിനയിലയും ചെറുതാക്കി നുറുക്കിയത് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് തൈരാണ് കേട്ടോ. അത് മസ്റ്റായിട്ട് നമ്മൾ ചേർക്കണം. പുളിയില്ലാത്ത കട്ട തൈര് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഒരുപാട് പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. പുളിയില്ലാത്ത കട്ട തൈരാണ് ചേർക്കേണ്ടത്.
ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് കുറച്ച് കോൺഫ്ലോർ ആണ്. ഇതാ കുറച്ച് കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ആദ്യം നമ്മൾ ചേർക്കുക. അതിന് ശേഷം നമുക്ക് നോക്കുക, അതൊരു കോട്ടിങ് കിട്ടാനാണ് നമ്മളിത് ചേർക്കുന്നത്. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് അനുസരിച്ച് പിന്നെ നമുക്ക് ചേർക്കാം. ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. കോൺഫ്ലോർ ഇല്ലാന്ന് വെച്ച് വിഷമിക്കേണ്ട, അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. ഇനി അടുത്തത് ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് നമ്മുടെ ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് അങ്ങോട്ട് വൃത്തിയായിട്ട് മാരിനേറ്റ് ചെയ്യാം. ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്നത് പോലെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, എൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. ആദ്യം ഇത് ചെയ്തിട്ട് നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ട് അതിനുശേഷം നമ്മുടെ ചിക്കനിലോട്ട് ബാക്കി ചെയ്യാം. ഞാനിപ്പോൾ ഇതിലോട്ട് ചിക്കൻ ഇട്ടു. ഇനി നന്നായിട്ട് ചിക്കനിലോട്ട് ഇതെല്ലാം തേച്ച് പിടിപ്പിക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് ഈ ചിക്കൻ നന്നായി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് റാപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് കവർ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇനി നമുക്ക് നാളെ ഇതിൽ ഫ്രൈ ചെയ്ത്, നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്തിട്ട് വെളിച്ചെണ്ണ വേണമെന്നില്ല, വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർ ഏതെങ്കിലും ടൈപ്പ് റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കും. പക്ഷെ വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യാറ്. വെളിച്ചെണ്ണയിൽ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇതൊക്കെ നമ്മൾ തലേദിവസം ചെയ്ത് വെക്കേണ്ട പണികളാണ് കേട്ടോ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ബിരിയാണിയിലോട്ട് ഇടാനുള്ള ഒരു സീക്രട്ട് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ്, ഒരു കൂട്ട് നമുക്കുണ്ട്. ഞാൻ എൻ്റെ എല്ലാ ബിരിയാണിയിലും, ഞാൻ ചിക്കൻ ബിരിയാണിയിലും മട്ടൺ ബിരിയാണിയിലും ബീഫ് ബിരിയാണിയിലും ഒക്കെ ഇതിടും. ഫിഷ് ബിരിയാണിയിൽ ഞാൻ ഇടാറില്ല. അപ്പം അതെന്താണെന്ന് കാണിക്കാം. അത് എൻ്റെ വീട്ടിലൊക്കെ പണ്ടോട്ടേ ഇടുന്ന ഒരു കൂട്ടാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇടുന്നുണ്ടാവും, ഇടാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കും. കുറച്ച് തേങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുറി, വലിയൊരു മുറി തേങ്ങയുടെ ഒരു 1/4 ഭാഗം ഉണ്ടാവും. ഇത് പരത്തി വെച്ചതുകൊണ്ട് കുറച്ച് കൂടുതൽ തോന്നുന്നതാണ്, അധികം ഇല്ല. പിന്നെ ഇതേ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത്, ഒരു വെളുത്തുള്ളി വലുതാക്കി. നാട്ടിലെ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ 2 or 3 ചെറുതല്ലേ, ഇത് വലുതായതുകൊണ്ട് ഒരെണ്ണം നമ്മൾ സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു വയനേല ചെറുതാണ്, ഒരു കഷ്ണമേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയൊരു പീസ് ജാതിപത്രി എന്ന് പറയുന്നത് ഫുള്ള് ഇടരുത്, ഭയങ്കര സ്മെല്ലായിരിക്കും. പിന്നെ 2 കഷ്ണം പട്ട, 2 കഷ്ണം വളരെ ചെറിയ 2 പീസ് പട്ട, പിന്നെ ഗ്രാമ്പു, പിന്നെ ഏലക്ക, പിന്നെ നമ്മുടെ സ്റ്റാർ ഒനിയൻ, നമ്മുടെ തക്കോലത്തിൻ്റെ ഒരു ചെറിയ പീസ്, പിന്നെ എല്ലാം ആ സെറ്റിലുണ്ട്. പിന്നെ ഒരു 4 അണ്ടിപ്പരിപ്പ് നല്ലൊരു കൊഴുപ്പിനാണ്. അണ്ടിപ്പരിപ്പ് ഇതിൽ കൂടി ഇട്ടിട്ട് വറുത്തിട്ട് അരയ്ക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഇനി ഈ തേങ്ങ നമ്മൾ ഒരു ഓയിൽ ഒഴിച്ചിട്ട് വറക്കാൻ പോവാണ്. ഓയിൽ തന്നെ വേണമെന്നില്ല. നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമ്മൾ സബോളയും നമ്മൾ സാധാരണ ഒരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യുമല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പിന്നെ കാണിക്കാം. ഫ്രൈ ചെയ്യുന്നത് കാണിക്കുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചു. പിന്നെ അത് വീഡിയോ ലെങ്ത് കൂടും. അത് തികച്ചും ഓപ്ഷനാണ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. അണ്ടിപ്പരിപ്പ്, മുന്തിരി, സബോള ഒക്കെ വറുത്തിടുക എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. ചിലർക്കത് ഇഷ്ടം ഉണ്ടാവില്ല, ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. അതുകൊണ്ട് ടേസ്റ്റിന് വ്യത്യാസമൊന്നും വരില്ല, പക്ഷെ ഗാർണിഷ് ചെയ്യാനായിട്ട് നല്ലതാണ്. അത് വറുത്ത് കഴിഞ്ഞ് ബാക്കി ഉണ്ടാവുന്ന എണ്ണയിലോട്ട് ഇതിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ കളറായിട്ട് വറുത്തെടുക്കുക. അത് വറുത്തെടുത്ത ഉടനെ തന്നെ നമ്മൾ പാത്രം ചേഞ്ച് ചെയ്യുക. ആ വറുത്ത പാത്രത്തിൽ നിന്ന് ചേഞ്ച് ചെയ്ത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. ഈ പാത്രത്തിലോട്ട് തന്നെ മാറ്റിയാൽ മതി, അല്ലെങ്കിൽ അതിലിരുന്ന് അത് ചൂടിൽ കരിഞ്ഞു പോകും. അപ്പം നമുക്കിനി ഫ്രൈ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു പാനിലോട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി. ഇതിപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാതെയും നമുക്ക് എണ്ണ ഒഴിക്കാതെ വേണമെങ്കിൽ നമുക്ക് വറുത്തെടുക്കാം. പക്ഷെ ഇപ്പോൾ കുറച്ച് സമയം വേണ്ടി വരും കേട്ടോ. ഇപ്പം ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്നാവും. പിന്നെ നമ്മളിപ്പോൾ നേരത്തെ സവോളയൊക്കെ വറുത്തിട്ടുള്ള എണ്ണ ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ല് വരും നമുക്കിത് വറുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആ എണ്ണ വേസ്റ്റ് ആക്കും വേണ്ട, നമുക്കിത് വറുത്തെടുക്കുകയും ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ തേങ്ങ ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് മാറ്റുക, ബാക്കി തീ ഓഫ് ചെയ്യുക. ബാക്കി നമുക്ക് നമ്മളിരിക്കുന്ന ആ പാത്രത്തിൽ ഇരുന്നിട്ട് തന്നെ അത് മുരിഞ്ഞ് വരും. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ തേങ്ങ കറക്റ്റായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ചൂടാണിത്. ഇത് ചൂടാറുമ്പോൾ ഒന്ന് അടച്ചു വെക്കുക, അല്ലെങ്കിൽ ഒരു കൊട്ടയിട്ട് മൂടി വെക്കുകയോ എന്തെങ്കിലും ചെയ്യുക. പുറത്ത് തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട. എന്നിട്ട് നമുക്ക് നാളെ, ഇന്നിപ്പോൾ ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ ഇന്ന് തന്നെ എടുക്കാം. ഇനിയിപ്പോൾ നാളെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പുറത്ത് വെച്ചാൽ മതി, കേടാവുന്നില്ല. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ രാവിലെ നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിരിയാണിയുടെ പണിയൊക്കെ ഭയങ്കരമായിട്ട് ലാഗായി പോവും. അപ്പോൾ അതുകൊണ്ട് രാത്രി തന്നെ ഇത് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. ഇനി ഇത് ചെയ്ത് വെച്ചിട്ട് നമ്മൾ രാവിലെ മിക്സിയുടെ പൊടിക്കുന്ന ജാറിൽ അതിലിട്ടിട്ട് നന്നായിട്ട് ആദ്യം പൊടിക്കുക. പൊടിച്ചതിന് ശേഷം നമ്മളതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക. അമ്മിയുള്ളവരാണെങ്കിൽ ഏറ്റവും ബെറ്റർ അമ്മിയിൽ വെച്ച് അരച്ച് കഴിഞ്ഞാൽ നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടും. നമുക്ക് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ ഇതിൻ്റെ കളർ ഒന്നും മങ്ങും.
അപ്പോൾ നമുക്കത് ബ്രൗൺ കളറായിട്ട് കിട്ടാനുള്ളൊരു ടിപ്പാണ് നമ്മൾ വെള്ളം ഒഴിച്ചരയ്ക്കാതെ കുറച്ച് ഓയിൽ ചേർത്തിട്ട് അരയ്ക്കാം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ എന്തായാലും കുഴപ്പമില്ല. കുറച്ച് നമ്മൾ വെള്ളത്തിന് പകരം ആ ഓയിൽ ചേർക്കുക. വെളിച്ചെണ്ണ തന്നെ ചേർക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നല്ല കറുത്ത കളറിൽ കിട്ടും. അത് ഡിപ്പെൻസ് നിങ്ങൾക്ക് എന്താണ് കളർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ നോർമലി ചെയ്താൽ മതി. പക്ഷേ ഈ കൂട്ടി ചേർത്തിട്ട് നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബിരിയാണിക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് വരിക. ഇനി നിങ്ങൾക്ക് തേങ്ങ അരയ്ക്കുന്ന ടേസ്റ്റ് ഇഷ്ടമല്ല അല്ലെങ്കിൽ ഹെൽത്തി അല്ല തോന്നുകയാണെങ്കിൽ അത് ചേർക്കണ്ട. തേങ്ങ അരച്ച് ചേർക്കുകയാണെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റ് വരും. ഇനി നമ്മൾ നാളെ ഉണ്ടാക്കാനുള്ള ബിരിയാണിക്കുള്ള സബോളയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് തന്നെ ക്ലീൻ ചെയ്ത് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ബിരിയാണി ശരിയാവും. അപ്പോൾ ഇനി നമുക്ക് നാളെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ രാവിലെയായി ഞാനിവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് ചെറിയ തീയിലാണ് ഇപ്പോൾ പാൻ ഇരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഈ പാനിൽ തന്നെയാണ് ഞാൻ ഇനി ഗ്രേവി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഈ പാനിൽ തന്നെ ഫ്രൈ ചെയ്ത് ഇതിൽ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. തീ ഒന്ന് കൂട്ടി വയ്ക്കുക. നമ്മുടെ എണ്ണ ചൂടായി. ഇനി നമ്മൾ ചിക്കൻ്റെ ഓരോ കഷ്ണങ്ങൾ അതിലിട്ട് കൊടുക്കാം. നല്ലൊരു മണമാണ് കേട്ടോ അതിലിടുമ്പോൾ. നമ്മളിതിൽ കൊള്ളുന്നത് എത്രയാണെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക, ഫ്രൈ ചെയ്തെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക, ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഒരിക്കലും. നമ്മുടെ ചിക്കൻ നല്ലതായിട്ട് കുക്കായിട്ട് വരണം, ഒരുപാട് കരിഞ്ഞു പോകരുത്. ഒരു 80% കുക്കായാൽ മതി. ബാക്കി നമുക്ക് ഗ്രേവിയിലിട്ടിട്ട് വറക്കണം. പിന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് കരിഞ്ഞു പോയാൽ നമ്മുടെ ഓയിലും അതിൻ്റെ ഒപ്പം കരിഞ്ഞു പോകും. ഇത് നമുക്ക് ഡയറക്റ്റ് ഇതിലോട്ട് തന്നെ നേരെ സവോള ഇട്ടിട്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ കരിയാനുള്ള ചാൻസ് ഉണ്ടാവരുത്. മൂടി വെച്ച് ചോദിച്ചാൽ ചിക്കൻ്റെ ഉള്ളിലൊക്കെ നന്നായി വെന്ത് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കിയാൽ മതി. ഇപ്പം ഞാനിവിടെ നമ്മുടെ ബിരിയാണിക്ക് ഉണ്ടാക്കാനുള്ള അരി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ ഞാൻ നല്ല ജീരശാല റൈസാണ് കേട്ടോ, ചെറിയ ചെറിയ അരിയിൽ ജീര റൈസ് അതാണ് എടുത്തിട്ടുള്ളത്. ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ ആ അരിയാണ് എടുക്കാറുള്ളത് കേട്ടോ, വലിയ അരി എടുക്കാറില്ല. ഇനി നിങ്ങൾക്ക് ബസ്മതിയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ബസ്മതി എടുത്തോളൂ. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് എൻ്റെ സ്റ്റൈലിലുള്ള ബിരിയാണിയാണ്, തലശ്ശേരി ബിരിയാണിയൊന്നുമല്ല, നോർമൽ ഞാൻ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി എടുക്കാം. പക്ഷേ ഞാനിപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഏത് ബിരിയാണി ഉണ്ടാക്കുമ്പോഴും നമ്മുടെ സാധാരണ ജീര റൈസാണ് എടുക്കാറ്. ബസ്മതി റൈസ് ഞാൻ പുലാവിനും ഫ്രൈഡ് റൈസിനുമാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഫിഷ് ബിരിയാണിക്കും ഞാൻ ബസ്മതിയാണ് യൂസ് ചെയ്യാറ്. ഇതിനിപ്പോൾ എന്തായാലും ഞാൻ ജീര റൈസാണ് ഉപയോഗിക്കുന്നത്. ഞാനിതിൽ 2.5 കപ്പ് ചെയ്താൽ ഇതുപോലത്തെ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള റൈസ് നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കുക. 2.5 ഗ്ലാസ് അരിക്ക് ഞാൻ 5 ഗ്ലാസ്, സെയിം ഗ്ലാസ്സിൽ 5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുക, ഇരട്ടി വെള്ളം. ചിലർ 1 കപ്പിന് 1.5 കപ്പ് വെള്ളമാണ് എടുക്കുക. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കുക. പക്ഷേ എനിക്ക് ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തത്. നമ്മളിപ്പോൾ ഈ ചിക്കൻ വറുക്കാനിടുന്ന സമയത്ത് തന്നെ അരി നന്നായി കഴുകി 2-3 വട്ടം കൈകൊണ്ട് തിരുമ്പി കഴുകിയിട്ട് അതിൻ്റെ വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നമ്മൾ അരി വേവിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ അത് അരിപ്പിലൂടെ വെള്ളം വാർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ അത് ആദ്യം ചെയ്ത് വെച്ചാൽ അരി നല്ല പാകത്തിന് വെന്ത് കിട്ടും. നമ്മൾ അരി ഇടുന്ന സമയത്ത് ജസ്റ്റ് കഴുകി വാർത്ത് വെക്കരുത്. കുറച്ച് സമയം വെള്ളത്തിൽ കുതിർത്ത് വെക്കുമ്പോഴാണ് അരി കൃത്യമായിട്ട് വെന്ത് കിട്ടുക. പിന്നെ ഇതിലിപ്പോൾ ചിക്കൻ ഇത്തിരി കൂടുതലുണ്ട്, അതിനനുസരിച്ച് ഈ അരി കുറവാണ്. ഞാനിപ്പോൾ ചിക്കൻ കൂടുതൽ ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് കുട്ടികളൊക്കെ വീട്ടിലുള്ളപ്പോൾ അവർ അതിൽ നിന്ന് കുറച്ചൊക്കെ കഴിച്ച് നമുക്ക് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടും കൂടിയിട്ടാണ് കുറച്ച് കൂടുതൽ ചിക്കൻ എടുത്തിട്ടുള്ളത്. പിന്നെ കുട്ടികൾക്കൊക്കെ ചിക്കനാണ് കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുണ്ടാവുക. അപ്പോൾ ചിക്കനൊക്കെ നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ അതുപോലെ എടുക്കുക. ഞാനിതിപ്പോൾ ഇവിടെ 2.5 ഗ്ലാസ് അരിക്ക് ഒരു ചെറിയ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ കഷ്ടിയുള്ളൂ, 1 കിലോ ഇല്ല ആ ചിക്കൻ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിൽ ചിക്കൻ അരിയൊക്കെ എടുക്കുന്നതെങ്കിൽ അതുപോലെ എടുക്കുക. ഇതിപ്പോൾ ജീര റൈസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ കഴുകി കുറച്ച് സമയം കുതിർത്തി വെച്ച് നമ്മൾ വെള്ളം വാർത്ത് വയ്ക്കും ഉണ്ടാക്കുന്ന സമയത്ത്. ഇതിനിപ്പോൾ വേണ്ടത് 5 ഗ്ലാസ്, സെയിം ഗ്ലാസ് കൊണ്ട് 5 ഗ്ലാസ് വെള്ളമാണ്. ഇനി 5 ഇല്ലെങ്കിൽ ഒരു 4.25 ആയാലും കുഴപ്പമില്ല, എന്നാലും 5ൻ്റെ അടുത്ത് വെള്ളം എടുക്കുക, ഇരട്ടി വെള്ളം. നമ്മുടെ ചിക്കൻ ഞാൻ 1 സൈഡ് മറിച്ചിട്ടിട്ടുണ്ട്, ഒരു സൈഡ് ഒരുവിധമായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സൈഡും കൂടി ആയി കഴിഞ്ഞിട്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം.
അപ്പോൾ തൽക്കാലം വീണ്ടും ഒന്ന് അടച്ചു വെച്ചു. ഞാൻ ഒരു സൈഡ് മറിച്ചിട്ടിട്ട് അടച്ചു വെച്ച് അടുത്ത സൈഡ് ആവട്ടെ. നമ്മുടെ ചിക്കൻ ഞാനിവിടെ ഒരു വൺ സ്ലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഒരുവിധം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഗ്രേവിയിലിട്ടിട്ട് വേവിക്കുക. ഇത് ഓൾറെഡി വെന്തതാണ്, കുഴപ്പമില്ല. നമ്മുടെ ചിക്കൻ ഞാൻ വൺ സ്ലോട്ട് ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റി അടുത്തത് ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഉണ്ട്, അല്ലെങ്കിൽ എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. അപ്പോൾ ഇനി നമുക്കിതുപോലെ ഇത് മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്യാം. ഈ സമയത്ത് നമ്മൾ സബോളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടില്ലാത്തവരാണെങ്കിൽ സബോളയും വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ റെഡിയാക്കി വയ്ക്കുക. സബോള, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, മല്ലിയില, പുതിനയില ഇവക ഐറ്റംസൊക്കെ നമുക്ക് റെഡിയാക്കി വയ്ക്കുക. ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ എല്ലാ ചിക്കനും ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുണ്ട്. കുറച്ചൊക്കെ നമ്മൾ കഴിക്കും, പിന്നെ ഒന്ന് ചുങ്ങിപ്പോവും അതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ. ഇനി നമുക്ക് നമ്മുടെ എണ്ണയിലോട്ട് സെയിം ഓയിലിലോട്ട് തന്നെ സെയിം പാനിലോട്ട് തന്നെ നമ്മുടെ സബോളയൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കാം. ഇത് നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത പാത്രത്തിൽ ഉള്ള മസാല ബാക്കിയുള്ളതാണ് കേട്ടോ. ഇത് കളയണ്ട. ഇത് നമുക്ക് നമ്മുടെ സബോള മൂക്കുമ്പോൾ നമ്മൾ മസാലപ്പൊടികൾ ഇടുമ്പോൾ ആ കൂട്ടത്തിൽ നമുക്കിത് ഇടാം. ഇതിൽ അത്യാവശ്യം മസാല ഉള്ളത് കൊണ്ട് തന്നെ ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ എരിവിന് വേണ്ടി മുളക് പൊടി ഇടുന്നില്ല. ബിരിയാണിയിൽ നമ്മൾ ഒരുപാട് എരിവ് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഈ മസാല മതി, നമുക്ക് വേറെ എരിവ് വേണ്ട. അപ്പോൾ നമുക്ക് ഈ മസാല കളയണ്ട. പാനിലോട്ട് നമ്മുടെ സബോള ഇടാം. സബോളയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കുക കേട്ടോ. ഗ്രേവിയൊക്കെ നമ്മുടെ പാകത്തിന് എടുക്കുക. ഈ സബോള ഒരു 5 സബോള ഞാൻ എടുത്തിട്ടുണ്ട്. ഈ വലിപ്പത്തിലുള്ള 5 സബോളയാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ഇപ്രാവശ്യം വളരെ ചെറിയ സബോളകളാണുള്ളത്. ഇത് ഈ എണ്ണയിലോട്ട് തന്നെ ഇടാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഫ്ലേവറും നമുക്ക് ഇതിലോട്ട് കിട്ടും. ഈ എണ്ണ മതിയാവില്ല കേട്ടോ, നമുക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിക്കേണ്ടി വരും. ഓയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ളത്. ആ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കേണ്ടത്. വെളിച്ചെണ്ണയും കുറച്ച് നെയ്യ് ഒഴിക്കണം. ബിരിയാണി അല്ലേ, അപ്പോൾ നെയ്യ് ഉണ്ടെങ്കിലാണ് ബിരിയാണിയുടെ എക്സ്ട്രാ ടേസ്റ്റ് വരുള്ളൂ. തീരെ നെയ്യ് ഇഷ്ടമില്ലാത്തൊരു വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കാം. ഇനി വെളിച്ചെണ്ണയും പറ്റില്ലെങ്കിൽ ഓയിൽ ഉപയോഗിക്കാം. പക്ഷേ അതിനനുസരിച്ചൊക്കെ ടേസ്റ്റിന് വ്യത്യാസം വരും കേട്ടോ. ഇതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി കുറച്ച് നെയ്യും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നെയ്യൊക്കെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കുക. നെയ്യ് കൂടുന്തോറും ബിരിയാണിക്ക് ടേസ്റ്റ് കൂടും. പക്ഷെ നമ്മൾ ഒരുപാട് നെയ്യ് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ഹെൽത്ത് വൈസ് ഓക്കെ അല്ല. വല്ലപ്പോഴും ഒക്കെ ബിരിയാണി വെക്കുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതലിടുക. ഞാനിവിടെ ഒരുവിധം എല്ലാ സൺഡേസിലും ബിരിയാണി ഫ്രൈഡ് റൈസ് ഒക്കെയാണ് ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് നെയ്യ് ഇടാറില്ല. പിന്നെ അടി പിടിക്കാത്ത നല്ലൊരു ചുവട് കട്ടിയുള്ള പാത്രമാണെങ്കിൽ നമുക്ക് ഒരുപാട് നെയ്യും ഓയിലും ഇടാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഈ സബോള വഴറ്റുന്ന സമയത്ത് തന്നെ നമ്മൾ ബാക്കി എല്ലാ സംഭവങ്ങളും റെഡിയാക്കി അടുത്ത് വെച്ചിട്ടുണ്ടാവണം. അതായത് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, അതുപോലെ തന്നെ മല്ലിയില, പുതിനയില, ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ ഇതിൽ ചേർത്തേണ്ട കാര്യങ്ങൾ. ഇനി ഇതോടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടി ചതച്ചത് ഇടുകയാണ്. നന്നായിട്ട് ഒരുപാടങ്ങ് തീ കൂട്ടി വെക്കരുത്. നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ ഇളക്കുമ്പോൾ കുഴപ്പമില്ല, അല്ലാത്തപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കരുത്. വല്ലാതെ അങ്ങ് കരിഞ്ഞു പോകും. ഓൾറെഡി നല്ല ചൂടായിട്ട് കിടക്കുന്ന ഓയിലാണ്. ഇതിലോട്ട് കുറച്ച് മല്ലിയിലയുടെ തണ്ട് നന്നായിട്ട് ചെറുതാക്കി അങ്ങ് അരിഞ്ഞിടാം. ഒന്ന് അരിഞ്ഞു വെക്കൊന്നും വേണ്ട. സമയമാകുമ്പോൾ നമുക്ക് നേരെ അങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ കൂടെ കുറച്ച് പുതിനയില, മല്ലിയിലിടുന്ന അതേ അളവിൽ തന്നെ പുതിന ലീഫ് ഇടരുത് കേട്ടോ. പുതിനയിലേക്ക് ഭയങ്കര കുത്തുമണാണ്. അപ്പോൾ അതുകൊണ്ട് മല്ലിയുടെ അതേ അളവിൽ തന്നെ ഇടരുത്, കുറച്ചിട്ടാൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിക്കുക. ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ അത്യാവശ്യമായിട്ട് ചേർക്കേണ്ടത് കുറച്ച് ഉപ്പ്. ഈ ഉപ്പ് കൊണ്ട് മതിയാവില്ല, എന്നാലും കുറച്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സബോള പെട്ടെന്ന് അങ്ങ് മുരിഞ്ഞ് കിട്ടാനാണ്. ഈ സബോള മുരിഞ്ഞ് കിട്ടുന്ന സമയമാണ് ഇനി നമുക്ക് കുറച്ച് കൂടുതൽ ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി നല്ല തിളച്ചെടുക്കുന്ന വെളിച്ചെണ്ണയിലോട്ടാണ് ഇടുന്നത് മറ്റേ സബോള. അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗമായി കിട്ടും. എന്നാലും പെട്ടെന്നൊന്ന് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ്. നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴായാലും സബോള മുരിഞ്ഞ് കിട്ടാനായിട്ട് ഉപ്പ് ചേർക്കണം നല്ലതാണ്. നമുക്ക് എന്തായാലും കറിയിലോട്ട് ഉപ്പ് വേണം. അപ്പോൾ പക്ഷേ പിന്നീട് നമ്മൾ ഉപ്പ് ഇതിൽ ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വായിൽ ആദ്യം വെച്ച് നോക്കിയിട്ട് എത്ര വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ചേർക്കുക. സാധാരണ പോലെ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പ് കൂടിപ്പോവും. അതുപോലെ നമ്മൾ ഈ ബിരിയാണിയിൽ ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള സബോള, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ വറക്കില്ല. അതിൽ സബോള വറക്കുമ്പോൾ നമ്മളതിൽ ഉപ്പിന് പകരം കുറച്ച് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് സബോള
ഫ്രൈ ആയിട്ട് കിട്ടും. അത് നമ്മൾ മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് ഇടുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് വറുത്ത് കഴിഞ്ഞാൽ ആ ചിലപ്പോൾ കടിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും സൈഡിൽ ഉപ്പ് ഇത്തിരി കട്ട് പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ പഞ്ചസാരയാണ് സേഫ്. ആ പഞ്ചസാര എണ്ണയിൽ കിടന്ന് കാരമലൈസ് ആകുമ്പോൾ നമ്മുടെ സബോളയ്ക്ക് നല്ല കളറും കിട്ടും, സബോള നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സബോളയുടെ കൂടെ നമ്മൾ പഞ്ചസാര ചേർക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉപ്പ് ചേർക്കുക. ഈ കറിയിൽ നമ്മൾ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ മധുരം വരും. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സബോള വാടി കിട്ടും. ഇനി സബോളയൊന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ ഞാൻ വരാം. നമ്മുടെ സബോള അത്യാവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് മൂക്കണ്ട, കരിഞ്ഞു പോവും. ഇതിപ്പോൾ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർക്കാൻ പോകണം. തീ നന്നായി കുറച്ച് വെക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം ഇതിലോട്ട് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. കുറച്ച് മല്ലിപ്പൊടി ചേർത്താൽ മതി. ഇതിൽ പൊടികളൊക്കെ വളരെ കുറച്ചാണ് ചേർക്കുന്നത്. കുറച്ച് മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി മുളക് പൊടി ചേർക്കുന്ന സമയത്ത് നമ്മുടെ പണ്ട് എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നില്ലേ, അതാണ് ഞാൻ ചേർക്കുന്നത്. നീ വേറെ മുളക് പൊടി ഇതിൽ ചേർക്കുന്നില്ല. അതൊരു സ്പാറ്റിൽ വെച്ചിട്ട് അതിലെല്ലാം ഉണ്ട്, മുളക് പൊടി നന്നായിട്ടുണ്ട് അതിൽ. അപ്പോൾ അത് മതി. ആ ഗ്രേവി കളയണ്ട. ആ ചിക്കൻ്റെ പരട്ടി വെച്ച് വണ്ണായിട്ട് മാരിനേറ്റ് ചെയ്തതായത് കൊണ്ട് തന്നെ ചിക്കൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിൽ. ഇനി നമുക്കിതിൽ വേറെ മുളക് പൊടിയുടെ ആവശ്യമില്ല, ഇത് മതി. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് കുറച്ച് ഗരം മസാലയാണ്. വീട്ടിൽ പൊടിച്ചെടുത്ത നല്ല ഗരം മസാല. അത് അത്യാവശ്യം ചേർക്കണം കേട്ടോ. ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേജിൽ നമ്മൾ ചേർക്കും മസാലപ്പൊടി. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക. ഒരുപാട് എരിവ് ഇടുന്നില്ല, കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക. ഇനി കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. കുറച്ച് പെരിഞ്ജീരക പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കാം. ഈ സ്റ്റേജിൽ നമ്മൾ കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നെയ്യ് വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താലും മതി കേട്ടോ. നിങ്ങൾ ഏത് ഓയിലാണോ ചേർത്തിട്ടില്ലെങ്കിൽ അത് ചേർത്താലും മതി. ഈ പൊടികളൊക്കെ ഒന്ന് മൂക്കട്ടെ. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇവിടെ മസാലയൊക്കെ നന്നായി മൂത്തു. നമ്മൾ ആ മുളക് പൊടി ഇട്ടപ്പോൾ അതിനുള്ള എല്ലാ മസാലകളും ഉള്ളതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റ്, നല്ലൊരു മണം വരുന്നുണ്ട്. ഈ സമയത്ത് മസാലയൊക്കെ മൂത്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ചേർക്കേണ്ടത് കുറച്ച് തക്കാളിയാണ് കേട്ടോ. ഒരു തക്കാളി അങ്ങനെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം. അതിന് മുൻപ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ പാത്രം ഒന്ന് അടച്ചു വെച്ചിട്ട് നമ്മൾ വേവിക്കും. ഇനി തക്കാളി അവിടെ കിടന്ന് വെന്തുടയണം. അത് കഴിഞ്ഞിട്ടാണ് അടുത്തത് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഉടയണമെന്നില്ല, ഇതുപോലെ ആയാൽ മതി. എന്നിട്ട് നമ്മൾ ഇതിനോട് ചേർക്കാനുള്ളത് നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നല്ല കട്ട തൈര്, 1 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തൈരിന് ഭയങ്കര പുളിയാണെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതി. കാരണം നമ്മൾ ചിക്കൻ ചെയ്യുമ്പോഴും അതിലോട്ട് നമ്മൾ ഇഷ്ടംപോലെ തൈര് ഒഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ പുളി കൂടി പോകുക. അല്ലെങ്കിൽ തക്കാളി ഇട്ടിട്ടുള്ളതല്ലേ, ഇതധികം പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ ഒരു 1 ടേബിൾ സ്പൂൺ, വലിയൊരു സ്പൂൺ നിറച്ച് തൈര് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. നമ്മൾ ഇന്നലെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അരച്ച് വെക്കുക. വെള്ളത്തോടു കൂടി അരയ്ക്കണമെങ്കിൽ അരയ്ക്കാം, അല്ലെങ്കിൽ നല്ല പൊടിച്ച് വൃത്തിയായിട്ട് വെച്ചാലും മതി. വെള്ളത്തോട് അരയ്ക്കണം നിർബന്ധമില്ല, നന്നായി പൊടിഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ഇതൊന്ന് ആയി കിട്ടട്ടെ. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങ നന്നായി അരച്ച് വെച്ചിട്ടുണ്ട്. നല്ല നനവോട് കൂടി അരച്ച് വെച്ചിട്ടുണ്ട്. ഞാനതിൽ ഓയിൽ ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ അരച്ചിട്ടുള്ളത്. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചത്. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും കൂടിയും ചെയ്താൽ കുറച്ചും കൂടി നല്ല ഡാർക്ക് കളർ കിട്ടും. അത് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. തേങ്ങയുടെ അരപ്പ് ഇതിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഈ തേങ്ങയുടെ അരപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഗ്രേവിക്ക് വേറൊരു മണവും ടേസ്റ്റൊക്കെ വരും. നല്ലൊരു മൗത്ത് വാട്ടറിങ് ആയിട്ടുള്ള ഒരു സ്മെല്ലും ടേസ്റ്റുമാണ് ഇതിന് ഇത് ചേർക്കുമ്പോൾ. നിങ്ങൾക്കത് താല്പര്യമില്ല, തേങ്ങ താല്പര്യമില്ലാത്തവർ ഇത് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ഇതിലൊന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് കുറവാണെന്ന് ആദ്യം ആ സബോളയിൽ മാത്രമേ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് ചേർക്കുക.
തേങ്ങയുടെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ അതിലോട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലും കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് എന്തായാലും നമ്മൾ മല്ലിയിലും പുതിനയിലൊക്കെ ബിരിയാണിയിലോട്ട് അത്യാവശ്യം ഇട്ട് കൊടുത്താലാണ് കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ വരുള്ളൂ. മല്ലിയില, പുതിനയില, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ നല്ലതുപോലെ ഇടുമ്പോഴാണ് നമ്മുടെ ബിരിയാണിയുടെ മസാലയ്ക്ക് നല്ലൊരു മണം വരുന്നത്. ഇനി നമ്മൾ ബേക്ക് ചെയ്യുമ്പോഴും അതുപോലെ ഫ്രഷ് ആയിട്ട് മല്ലിയിലും പുതിനയിലും ചേർക്കും. ഇനി ഇത് നന്നായിട്ട് ഇളക്കുക. ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് കൊട്ടുക. വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇടുമ്പോൾ അതിൽ കുറച്ച് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരുപാട് കരിയാത്ത കുറച്ച് പൊടി. ഒരുപാട് പൊടി ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കളഞ്ഞു. അത്ര ഹെൽത്തി അല്ല നമ്മൾ പൊടി അങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടില്ല, കുറച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ സ്റ്റേജ് സ്കിപ്പ് ചെയ്യരുത്. ഇനി നമ്മൾ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് നമ്മൾ ഈ ചിക്കൻ അതിൽ കിടന്നിട്ടൊന്ന് ഗ്രേവി ആക്കാനായിട്ട് വേവിക്കണം. അങ്ങനെ വേവിക്കുമ്പോഴാണ് ചിക്കൻ്റെ ക്രിസ്പിനെസ്സും അതിൻ്റെ ഉള്ളിൽ സോഫ്റ്റ്നെസ്സും കൂടി ഒരുമിച്ച് വരിക. അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ക്രിസ്പിനെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബിരിയാണി ഇടുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടും കൂടി ഇരിക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നൊരു 15 to 20 മിനിറ്റ്സ് അതൊന്ന് വേവിച്ചെടുക്കണം ചെറിയ തീയിലിട്ടിട്ട്. ഇതിലൂടെ ഒരു 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്, ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. 1/2 കപ്പൊക്കെ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവനുസരിച്ച് വ്യത്യാസം വരും. ഇതൊന്നും ഇതുപോലെ മുങ്ങിക്കെടുക്കാൻ പാകത്തിന് ഒന്നിട്ട് ഒരുപാട് മുങ്ങിക്കെടുക്കണ്ട കേട്ടോ. ഇനി നമ്മൾ തിളയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം വരും ഇതിന്. ഇതിൻ്റെ ഗ്രേവി നമുക്ക് കുറച്ച് നമ്മുടെ ബിരിയാണി റൈസിലോട്ട് ആവശ്യമുണ്ട്. ഉപ്പൊക്കെ പാകത്തിനുണ്ട്. ഇനി വെന്ത് വരുമ്പോൾ ഒന്നും കൂടി നമ്മൾ ഉപ്പ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് അപ്പം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇടത്തരം തീയിൽ വെക്കും, ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു 15 to 20 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മളിതൊന്ന് ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ നല്ല ഗ്രേവിയൊക്കെ ആയി, നല്ല പാകത്തിന് വെന്തു. ഞാനിത് ഇപ്പോൾ ഇതെല്ലാം ഓഫ് ചെയ്തു കേട്ടോ. വെന്തിട്ടൊക്കെ ഉണ്ടായില്ലെങ്കിലും നമ്മുടെ ഗ്രേവിയുമായിട്ട് നന്നായി മിക്സ് ആക്കാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. നല്ല പാകത്തിന് കുറുകിയ ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലും മുകളിലിട്ട് കൊടുക്കാം. ഇതാ നല്ല ഫ്രഷ് ആയിട്ട് കുറച്ച് മല്ലിയില മുകളിലിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കാം മുകളിൽ. ഇതൊക്കെ അപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടാൽ മതി. അങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിനയിലൊക്കെ ആകെ കളറൊക്കെ ചേഞ്ച് ആവും. മല്ലിയില ഇടുന്ന അത്ര പുതിനയില ഇടരുത്, അപ്പോൾ കുറച്ച് ഇട്ടാൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് റൈസാണ് കേട്ടോ. ഇപ്പോൾ റൈസ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇതൊക്കെ നമ്മുടെ അരിയിലോട്ട് ചേർക്കാനുള്ളതാണ്. അരി വേവിക്കാൻ പോവാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് വോൾ സ്പൈസസ് ആണ്. പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, വയനയില അതൊക്കെയുണ്ട്. ഇത് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്, തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് വെക്കുക. ഇത് കുറച്ച് പൈനാപ്പിളാണ്. ഈ പൈനാപ്പിളിന് മുഴുവൻ നമ്മളിപ്പോൾ ചേർക്കുന്നില്ല, കുറച്ച് നമ്മുടെ ബേക്ക് ചെയ്യുമ്പോൾ ചേർക്കണം. ഇത് കുറച്ച് ചിക്കൻ്റെ ഗ്രേവിയാണ്, നമ്മൾ വെള്ളത്തിൻ്റെ കൂടെ ചേർക്കാനുള്ളതാണ് ചിക്കൻ്റെ ഗ്രേവി. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറയാം. ഇത് നമ്മുടെ നെയ്യ്. നമ്മൾ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ട്, ഗ്ലാസ്സിലാണ് കപ്പിലല്ല. 2.5 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ 5 ഗ്ലാസ് മുഴുവൻ എടുത്തിട്ടില്ല, 4.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ 1/2 ഗ്ലാസ് ഈ ഗ്രേവിയാണ് കേട്ടോ ചേർക്കുന്നത്. അങ്ങനെയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിനി ഒരു കപ്പിന് 1.25 കപ്പ് വെള്ളം മതിയെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഈ ഗ്രേവിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ചേർക്കുക. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം കണക്കിലാണ് എടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി നമ്മൾ അരിയിലോട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. അത് ഞാൻ ചേർക്കുമ്പോൾ കാണിക്കാം. അത് ചതച്ച് വയ്ക്കുമ്പോൾ നമ്മൾ നേരത്തെ ഗ്രേവിയിലോട്ട് ചതയ്ക്കുമ്പോൾ കുറച്ച് അതിലോട്ട് മാറ്റി വെച്ചാൽ മതി. ഇനി നമുക്ക് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നെയ്യ് ഒഴിച്ചിട്ട് അരി വേവിക്കാൻ തുടങ്ങും. അരി ഞാൻ കഴുകി വാര വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ്. കാരണം നമ്മൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പ് വെള്ളമൊക്കെ വാർത്ത് വയ്ക്കാം. നമ്മുടെ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഗ്യാസ് ഓൺ ചെയ്തു. ഇനി അതിലോട്ട് നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. നല്ല ചുവട് കട്ടിയുള്ള നല്ല കോട്ടിംഗ് ഉള്ള നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ നല്ല ഉരുളിയോ അങ്ങനെ അടി പിടിക്കാത്ത ഏതെങ്കിലും ഒരു പാത്രം വേണം എടുക്കാനായിട്ട്. നമ്മുടെ അരി അടി പിടിക്കാതെ നോക്കണം. പ്രത്യേകിച്ച് ചെറിയ അരി ആയതുകൊണ്ട് നോക്കണം നമ്മൾ അടി പിടിക്കാണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു പാത്രം തന്നെ എടുക്കുക. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ബാക്കി കാര്യങ്ങൾ ചേർക്കാം. നെയ്യൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നടക്കുക. ഒന്ന് നീങ്ങി നിൽക്കണം, കാരണം ചിലപ്പോൾ ഏലക്കയൊക്കെ ഒന്ന് പൊട്ടാൻ വരാൻ സാധ്യത. ഏലക്ക പൊട്ടാതിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ.
ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിത്തെറിക്കാതെ ഇരിക്കാൻ നല്ലതാണ്. ഇനി അത് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു മണം വന്നു തുടങ്ങുമ്പോൾ അതിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് ഇട്ട് കൊടുത്തിട്ട് ഒരു പച്ചമുളകും കൂടി കീറി കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നേരെ നമ്മുടെ വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വെച്ച വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് നാരങ്ങയുടെ നീരൊഴിക്കുക. നാരങ്ങ നീര് ഒഴിക്കുമ്പോൾ കുരു പെടാതെ നോക്കുക കേട്ടോ. അതിലോട്ട് നല്ലൊരു മണമാണ് നാരങ്ങ നീര് ഒഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ അരി അധികം കട്ട പിടിക്കാതിരിക്കാനും നാരങ്ങ നീര് നല്ലതാണ്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്താൽ അരി കട്ട പിടിക്കാതെ കിട്ടും. ഞാൻ അങ്ങനെ ഒഴിക്കാറില്ല കേട്ടോ. ഇനി കുറച്ച് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അത് ഈ വെള്ളത്തിൽ ഉപ്പ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വെള്ളത്തിൽ ഉപ്പുണ്ടെങ്കിൽ അത് നമ്മുടെ പാകത്തിനായിട്ടുണ്ടാവും. ഉപ്പ് ഒഴിച്ച് മാറ്റി കൊടുക്കുക. അരി പെട്ടെന്ന് എളുപ്പമാണ് ഉണ്ടാക്കാൻ, വലിയ പണിയൊന്നുമില്ല അരിയിൽ. ഇപ്പം ഉപ്പുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഗ്രേവി ഉണ്ടല്ലോ, ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഇടുമ്പോൾ നല്ലൊരു മണമാണ് നമ്മുടെ അരിക്ക് വരിക. കാരണം നമ്മുടെ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഇതിലുണ്ട്. അപ്പോൾ എല്ലാം കൂടി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ഇതാരും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ചിക്കൻ്റെ ഗ്രേവി വെന്ത് വരുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അരിയുടെ വെള്ളത്തിൻ്റെ കളർ തന്നെ ചേഞ്ചായി. ഇനി അരി നന്നായിട്ട് തിളച്ചതിന് ശേഷം അരി ഇടാം. പണ്ടൊക്കെ ഞാൻ ചെയ്തിരുന്നത് ആദ്യം ഈ ഇതൊക്കെ വഴറ്റിയതിന് ശേഷം അരി ഇട്ടിട്ട് അരി നന്നായിട്ട് ഇളക്കി അരി പൊട്ടുന്ന പാകം വരുമ്പോൾ അതിലോട്ട് വെള്ളം ഒഴിക്കുകയാണ് ചെയ്യാറ്. പക്ഷേ അതിനേക്കാളും എനിക്ക് കുറച്ചും കൂടി ഇപ്പോൾ ഇതാണ് കുറച്ചും കൂടി സൗകര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോഴാണ് കൂടുതൽ അരി കട്ട പിടിക്കാതെ കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് മറ്റേ മെത്തേഡ് വേണമെങ്കിൽ ചില ആളുകൾ അങ്ങനെയാണ് ചെയ്യുക, അങ്ങനെ ചെയ്യും. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അരിയുടെ വെള്ളമൊക്കെ കറക്റ്റായാൽ മതി. ഇനി നമ്മളൊന്ന് അടച്ച് വെച്ച് ഒന്ന് തീ കൂട്ടി വെച്ച് വെള്ളം നന്നായി തിളച്ച് വരട്ടെ. നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ തീ ഒന്ന് നന്നായി കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇതേ നമ്മുടെ അരി അതിലോട്ട് ഇടുക. അരി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. കാരണം അരി ഇടുമ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തീ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലോട്ട് നന്നായിട്ട് ചൂട് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തീ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് ഒന്നുകൂടി ഉപ്പ് നോക്കാം. അത് ഇപ്പോൾ പാകത്തിനുണ്ട്. ഇനി നമുക്ക് പിന്നെയും ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി ഈ പാത്രം അങ്ങനെ അടിപിടിക്കില്ല, പക്ഷെ എന്നാലും ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒരുപാട് വെള്ളം വറ്റാൻ നിൽക്കരുത്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. അത് ഞാൻ ചെയ്യുമ്പോൾ പറയാം. ഇപ്പം നമ്മുടെ അരി ഇരുവിധം അങ്ങോട്ട് വെന്തു, പക്ഷെ എന്നാലും നന്നായിട്ട് വെള്ളമുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ചേർക്കേണ്ടതാണ് നമ്മുടെ പൈനാപ്പിളില്ലേ, അതിൻ്റെ ഒരു പകുതിയോളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരിക്കലും നമ്മൾ അരിയിൽ ഒരുപാട് വെള്ളമുള്ള സമയത്ത് പൈനാപ്പിൾ ചേർക്കരുത് കേട്ടോ. പൈനാപ്പിളും ചേർക്കരുത്. ഇനി നമ്മുടെ ക്യാരറ്റ് ഫുള്ള് നമുക്ക് ചേർക്കണം. ക്യാരറ്റ് ഇതിലോട്ട് ചേർക്കാനുള്ളത് തന്നെയാണ്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അതാ ചൂടിൽ കിടന്നിട്ടൊന്ന് വെന്താൽ മതി. അല്ലാണ്ട് ഒരുപാട് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ വേവിക്കണ്ട. ഞാൻ ചൂടി കിടന്നതിന് അതങ്ങോട്ട് വെന്തോളും. ഇത് രണ്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ബിരിയാണിയിൽ ചേർക്കുക കേട്ടോ. നല്ലതാണ്. നമ്മൾ ഗീ റൈസ് ഉണ്ടാക്കുമ്പോൾ ഇത് ചേർത്താൽ നല്ലതാണ്. നമ്മൾ പൈനാപ്പിളൊക്കെ ഇതിൽ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും പൈനാപ്പിളിൻ്റെ. നമ്മളിപ്പോൾ ബിരിയാണിക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എസൻസ് ഒക്കെ ഒഴിക്കില്ലേ, അതൊക്കെ നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാം. നമുക്കൊരു എസൻസിൻ്റെ ആവശ്യമില്ല ഇങ്ങനെ പൈനാപ്പിൾ ചേർത്ത് കഴിഞ്ഞാൽ. നല്ലൊരു മണമാണ് കഴിക്കാനും, നല്ലൊരു സ്മെല്ല് വരും. ഇനി ഇതൊന്നും കൂടി ഒന്ന് ലൈറ്റായിട്ടൊന്ന് വറ്റാനുണ്ട്. ഒരുപാട് വേണ്ട, ഒരുപാട് വറ്റി ഡ്രൈ ആക്കരുത് കേട്ടോ റൈസ്. അപ്പോൾ നമ്മുടെ റൈസ് ഭയങ്കര ഒരു റഫായിട്ടിരിക്കും. ചെറുതായിട്ടൊരു നനവോടുകൂടി എടുക്കുമ്പോഴാണ് റൈസിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പം നമ്മുടെ റൈസ് ഇതേ പാകത്തിനെല്ലാം വെന്തിട്ടിട്ട് കേട്ടോ. ഇനി നമ്മൾ തീ ഓഫ് ചെയ്യണം. ഇത് ചെറിയൊരു നനവോട് കൂടിയിട്ട് വേണം റൈസ് വേവിച്ചെടുക്കാനായിട്ട്. ഇനി ബാക്കി അതിൽ കിടന്നങ്ങ് പറ്റിക്കോളൂ ആ ചൂടിൽ കേട്ടോ. ഒരുപാട് ഡ്രൈ ആക്കിയിട്ട് റൈസ് വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ കിടന്ന് ആകെ ഒരു ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഫീലിംഗ്, ഒരു മോയ്സ്ചറായിട്ട് ഇരിക്കില്ല. അപ്പോൾ അത് കണ്ടോ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ റൈസും ആയിട്ടുണ്ട്, ചിക്കനും ആയിട്ടുണ്ട്. ഇനി നമ്മളിത്
എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാം. ബേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാം. അപ്പോഴാണ് നമ്മുടെ റൈസ് അങ്ങനെ ചെറുതായിട്ടൊക്കെ കട്ടയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ നമ്മുടെ ബിരിയാണി ബേക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഞാനതേ ബിരിയാണി റൈസ് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ ആ വേവിച്ച പാത്രത്തിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് കട്ടിയൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ, നല്ല അതേ വിട്ടിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ അരി. ഇനി ഇതിലോട്ട് വേണ്ടത് കുറച്ച് മല്ലിയില പുതിനയില ബേക്ക് ചെയ്യുമ്പോൾ ആവശ്യമുള്ളതാണ്. ഇത് കുറച്ച് പൈനാപ്പിൾ ബേക്ക് ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. നെയ്യ്, ഇത് ഗരം മസാലയുടെ പൗഡർ, ഇത് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി സബോള ഫ്രൈ ചെയ്ത് വെച്ചത് ഗാർണിഷ് ചെയ്യാനായിട്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ചെയ്താൽ മതി. ഇനി നമ്മൾ നമ്മുടെ ചിക്കൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് ചിക്കൻ്റെ ഗ്രേവി അങ്ങനെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ നേരത്തെ നമ്മൾ അരി വേവിച്ച സെയിം പാത്രമാണ്. അതിലോട്ട് നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി അങ്ങനെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ബേക്ക് ചെയ്യുന്നത്. ഈ ചിക്കൻ്റെ ഗ്രേവി അങ്ങനെയാണ്, ചിക്കൻ മൊത്തം ഒരു പാത്രത്തിലോട്ട് മാറ്റി അതിൻ്റെ മുകളിൽ ലെയറായിട്ട് അരിയിടുകയാണ് ചെയ്യുക. അതല്ലാതെ ഈ ആദ്യം ചിക്കൻ കുറച്ചിടുക, അത് കഴിഞ്ഞിട്ട് റൈസ് ഇടുക, അത് കഴിഞ്ഞിട്ട് ചിക്കൻ ഇടുക, അങ്ങനെ മാറി ഇടാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബേക്ക് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് കുറച്ച് അരി നമ്മൾ ചോറ് ഇതിലോട്ട് അങ്ങ് ഇടാം. ഇതൊന്ന് പരത്തി കൊടുക്കുക. ബേക്ക് ചെയ്യുന്ന രീതി നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാട്ടോ. ഇതെല്ലായിടത്തും ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് കുറച്ച് മല്ലിയില പുതിനയില ഒന്ന് തൂക്കി കൊടുക്കുക. അപ്പോൾ തീയൊന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, ഓഫാണ്. മല്ലിയില പുതിനയില ഇടാം. ഇനി കുറച്ച് നമ്മുടെ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരി സബോള ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഞാൻ ഇന്നലെ തലേദിവസം തന്നെ വറുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിലോട്ട് നമ്മൾ കുറച്ച് ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുക്കുക. വീട്ടിൽ പൊടിച്ച മസാലയാണ് കേട്ടോ, അപ്പോൾ നല്ലൊരു മണമായിരിക്കും. നമ്മൾ മേടിക്കുന്ന മസാലയ്ക്ക് ഈ മണം കിട്ടില്ല. നമുക്ക് കഴിയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാം. ഇനി വേണമെങ്കിൽ ഈ ഒരു ലെയറിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാൻ നോർമലി ഇടാറില്ല, ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇടുന്നത് കേട്ടോ. ഞാനങ്ങനെ ഇടാറില്ല. ഇത് നമ്മൾ മുകളിൽ മാത്രമേ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാറുള്ളൂ. നമുക്ക് വേണമെങ്കിൽ തന്നെ കുറച്ച് കൂടുതൽ ഒഴിച്ചെടുക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടുത്ത ട്രിപ്പ് അരിയിടുക. ഈ അരിയിലും ഉണ്ട് കേട്ടോ പൈനാപ്പിളൊക്കെ. അത് ഒന്ന് ലൈറ്റായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ വെന്തിട്ടില്ല. ഈ അരി മുഴുവൻ അങ്ങനെ ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് ചോറേ ഉള്ളൂ, അതുകൊണ്ടാണ്. കൂടുതൽ ചോറുണ്ടെങ്കിൽ 3 ലെയറായിട്ട് നമുക്ക് ഇടാം. ഇനി എല്ലാം നമ്മുടെ ബാക്കിയിരിക്കുന്ന എല്ലാ സംഭവങ്ങളും അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബാക്കിയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതിന് മുകളിൽ നന്നായിട്ട് തന്നെ വെതറിയിട്ട് കൊടുക്കാം. ഇനി ബാക്കി നമ്മുടെ പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. പൈനാപ്പിൾ നിറങ്ങി വരുന്ന ആ ജ്യൂസാണ്, അതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പൈനാപ്പിളിൻ്റെ നല്ലൊരു ഫ്ലേവർ വരും. ഇനി മുകളിൽ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഇനി മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇതെന്തായാലും മറക്കരുത് കേട്ടോ, മുകളിൽ എപ്പോഴും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഇതിലോട്ട് നമ്മൾ കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ചെറുനാരങ്ങയുടെ നീരൊഴിക്കാം. ഇതിപ്പോൾ ഒരു വലിയ ചെറുനാരങ്ങയുടെ ഒരു 1/4 ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഒഴിച്ചാൽ മതി. ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഈ ചെറുനാരങ്ങ നീര് ഇതിൽ ഒഴിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ ഈ ബിരിയാണിക്ക് വരിക.
നമ്മളിത് അടച്ചു വെക്കുക. ഇവിടെ ഇപ്പോൾ 11 ആയിട്ടുള്ളൂ കേട്ടോ രാവിലെ. എനിക്കിതിപ്പോൾ കഴിക്കാറായിട്ടില്ല. കഴിക്കണ സമയമാകുമ്പോൾ ഇതൊന്ന് ചെറിയ തീയിലിട്ടിട്ട് 5 മിനിറ്റ്സ് ഒന്ന് ചൂടാക്കുക. 5 or 6 മിനിറ്റ് വളരെ ചെറിയ തീയിലിട്ടിട്ട് ചൂടാക്കുക. അപ്പോൾ അത് ഇതിൽ നെയ്യൊക്കെ ഉരുകി വന്ന് നമ്മുടെ ചിക്കനും ചോറൊക്കെ കൂടി ഒന്ന് മിക്സായിട്ട് കറക്റ്റായിട്ട് വരും. ഇനി ഇത് വിളമ്പാൻ നേരത്തെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ബിരിയാണി ഞാൻ ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ കഴിക്കാൻ സമയമായപ്പോൾ അത് നന്നായിട്ട് ചെറിയ തീയിലിട്ടിട്ട് 5-6 മിനിറ്റ് ആയിപ്പോൾ ഇരിക്കുന്നു. ഇപ്പോൾ ചെറുതായിട്ട് നമ്മുടെ ബിരിയാണി നന്നായി ചൂടായി തൊട്ട് നോക്കുമ്പോൾ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ചൂടാവുന്നത് വരെ ഇങ്ങനെ വയ്ക്കുക. വളരെ ചെറിയ തീയിലാണ്, ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റ് തന്നെ ചൂടാക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത്. ഇപ്പോൾ നിങ്ങളിതൊരു ഡിഷിലോട്ട്, ഒരു സ്റ്റീലിൻ്റെ ഡിഷിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കേടായ വല്ല ദോശച്ചട്ടിയില്ലേ, നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ, അതെടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ ഇരുമ്പിൻ്റെ ദോശക്കല്ലുണ്ടെങ്കിൽ അതെടുക്കുക. അതെടുത്തിട്ട് നമ്മുടെ ഗ്യാസിൽ വെച്ച് നന്നായി ചൂടാക്കുക. നന്നായി ചൂടാവുമ്പോൾ അതിന് മുകളിലോട്ട് നമ്മൾ ഈ ബിരിയാണി പകർത്തി വെച്ചിട്ടുള്ള നമ്മുടെ സ്റ്റീലിൻ്റെ ഡിഷ് കയറ്റി വയ്ക്കുക. എന്നിട്ട് തീ ഇതുപോലെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഈ സാധനം അതിന് മുകളിൽ വെച്ചിട്ട് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണി ഡവറയിലുള്ളത് ചൂടാവും. ദോശക്കല്ലിൻ്റെ ചൂടിൽ അതങ്ങനെ ചൂടോടുകൂടി ഇരുന്നോളും. തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ സ്റ്റീലിൻ്റെ ഡിഷിൻ്റെ മുകളിലേക്ക് അത്രയ്ക്ക് തന്നെ പോകുന്ന ഒരു ഡിഷിൽ ഫുൾ നല്ല തിളച്ച വെള്ളം വെച്ച് അത് കവർ ചെയ്ത് വെക്കുക. കവർ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ചെറിയ ഇടികല്ലില്ലേ, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ചെറിയ അമ്മിക്കോഴി ഉണ്ടെങ്കിൽ അതോ അതിന് കയറ്റി വയ്ക്കുക. അതായത് ചൂട് പുറത്ത് പോകാണ്ടിരിക്കാൻ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി നമ്മൾ കഴിക്കുന്നവരെ നന്നായിട്ട് അങ്ങോട്ട് ചൂടായിട്ടിരിക്കും. തീ ഓഫ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. തീ ഓഫ് ചെയ്യുക. അതിന് മുകളിൽ വെള്ളം കയറ്റി വയ്ക്കുന്ന സമയത്തൊക്കെ തീയൊക്കെ ഓഫ് ചെയ്യുക. വളരെ ചെറിയ തീയിൽ തീ വെക്കണമെങ്കിലും വെക്കാവുള്ളൂ. ബിരിയാണി പാത്രം കയറ്റി വെച്ചാൽ അതുവരെ കല്ല് ചൂടാവുന്നവരെ കുഴപ്പമില്ല. പക്ഷേ ബിരിയാണി പാത്രം കയറ്റി വെച്ചാൽ തീ ലോ ഫ്ലെയിമിൽ ഇടണം. നോർമലി നമുക്ക് അങ്ങനെയാണ് നമ്മൾ ബേക്ക് ചെയ്യുക, ബിരിയാണി ദം ചെയ്ത് വെക്കേണ്ടത്. ഇനി അല്ല ഓവൻ ഉള്ളവരാണെങ്കിൽ ഒരു ചില്ലിൻ്റെ ബൗളിൽ തന്നെ ഓവൻ ബേസ്ഡ് ആയിട്ടൊരു പാത്രത്തിൽ ബിരിയാണി ഉണ്ടാക്കി അത് നന്നായിട്ട് കവർ ചെയ്തിട്ട് അതിൻ്റെ അടപ്പ് വെച്ച് കവർ ചെയ്തിട്ട് ഓവനിൽ വെച്ചിട്ടൊരു 3 മിനിറ്റ്സോ 5 മിനിറ്റ്സോ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ടെമ്പറേച്ചർ എങ്ങനെയാണോ ഓവൻ്റെ എന്ന് വെച്ചിട്ട് അതിൽ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഒരു 3 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതിയാവും. എനിക്കറിയില്ല നിങ്ങളുടെ ഓവൻ സെറ്റപ്പ് എങ്ങനെയാണെങ്കിൽ അതുപോലെ ചെയ്യാം. അതും അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിൽ മൊത്തം ഇതിങ്ങനെ തുറന്ന് ഇവിടെ മൊത്തം അലുമിനിയം ഫോയിൽ കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് ചെയ്താൽ കുറച്ചും കൂടി ഈസിലി നമുക്ക് ബേക്കായി കിട്ടും. ഇപ്പം നല്ല മണം വരുന്നുണ്ട് ബിരിയാണിയുടെ. അത് നമ്മൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ടാണ് പെട്ടെന്ന് അടി പിടിക്കില്ല. അല്ലാത്ത പാത്രങ്ങളാണെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കുക. അപ്പോൾ സൂക്ഷിക്കണം. ഇനി ഇത് ഓഫ് ചെയ്യാറായിട്ടോ. ഇത് അത്യാവശ്യം ചൂടായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ചൂട് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്തു. ഞാൻ ചൂടിൽ അങ്ങനെ ഇരിക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ വേറെ ഡവറയിൽ തന്നെയാണ് വയ്ക്കുന്നതെങ്കിൽ ആ പാത്രം മൂടി വെച്ച് അതിൻ്റെ ചുറ്റും നമ്മൾ മൈദ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ച് അത് സീൽ ചെയ്ത് വെക്കുക. നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കനലിട്ട് വെക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ കനലൊന്നും കിട്ടില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ചിലപ്പോൾ ഇതിങ്ങനെ അലുമിനിയം ഫോയിൽ വെച്ച് അതിൻ്റെ മുകളിൽ. പക്ഷെ ഇങ്ങനെ ആയാലും എനിക്ക് അത്യാവശ്യം ഒരുപാട് ചൂടിൽ കഴിക്കാൻ ഇഷ്ടമുള്ള ആളല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഓക്കെയാണ്. ഇനി നമ്മൾ ഇത് കുറേ സമയം ഉണ്ടാക്കി വെച്ചിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചൂടിൽ ഇരുന്നിട്ട് തന്നെ അതിൻ്റെ ഒരുവിധം നെയ്യൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. അതിൽ നെയ്യൊന്നും ഇപ്പോൾ കാണുന്നില്ല. നെയ്യൊക്കെ ഞാനിത് ചൂടാക്കുന്നതിന് മുമ്പേ മെൽറ്റായി പോയിട്ടുണ്ട്. ആ ചൂടോടുകൂടി മുകളിൽ ഇട്ടതല്ലേ. അങ്ങനെ 1 മണിക്കൂറൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്കതെല്ലാം നമ്മൾ നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നമ്മൾ കഴിക്കാനുള്ള പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ എങ്ങനെ ഞാൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ഇനി ഞാൻ എടുക്കാൻ പോവാണ്. ഇനി ബിരിയാണിയുടെ പാത്രം തുറക്കാം. നല്ല മണമാണ് കേട്ടോ ഇവിടെ. ഇനി ഇതൊന്ന് ഇതിൻ്റെ ഈ റൈസൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ ബിരിയാണി മൊത്തമായിട്ട് അങ്ങനെ മിക്സ് ചെയ്യുന്നില്ല കേട്ടോ. മറ്റേ ചിക്കനായിട്ട് അങ്ങനെ മിക്സ് ചെയ്യുന്നില്ല. ഇതിന് പീസുകൾ എടുക്കുക. ഞാൻ ഒരു ബൗളിൽ ഒരാൾക്ക് 2 പീസ് എന്നുള്ള കണക്കിലാണ് കേട്ടോ വെക്കുന്നത്. ഇങ്ങനെ ഈ ബൗളിലോട്ട്, ഇതുപോലത്തെ ഒരു ബൗളിലോട്ട് 2 പീസ് ഞാൻ വെച്ചു. അതിന് മുകളിൽ നമ്മൾ റൈസ് വെച്ചിട്ട് കുറച്ച് ഗ്രേവിയും എല്ലാം പെടുന്നത് പോലെ വയ്ക്കാം. ഇങ്ങനെ വെച്ചിട്ട് വരാം. ഞാനൊരു ബൗളിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലൊരു ലെഗ് പീസും ഒരു നോർമൽ ഒരു പീസുമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മളിത് ഈ പാത്രത്തിലോട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കേക്കൊക്കെ ഡിമോൾഡ് ചെയ്യുന്നത് പോലെ ഇത് വെച്ച് കമത്താം. അത് നമുക്ക് ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇത് കാണാനൊരു ഭംഗിക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ ബിരിയാണി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മുടെ സൈഡ് ഐറ്റംസൊക്കെ വെക്കാം. നമ്മൾ 2 കഷ്ണം പൈനാപ്പിൾ സൈഡായിട്ട് വെച്ചിട്ടുണ്ട്. സൈഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെക്കാം കേട്ടോ.
ഒരു മുട്ട പുഴുങ്ങിയത് വെച്ചു. ഇനി നമ്മൾ നമ്മുടെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. സാലഡൊക്കെ വളരെ എളുപ്പമാണ്. നമ്മുടെ തൈരിലോട്ട് നമ്മുടെ സബോള, പച്ചമുളക്, പൈനാപ്പിള്, ക്യാരറ്റ്, കുക്കുംബർ, മല്ലിയില, ഉപ്പ് പാകത്തിന്, പിന്നെ കുറച്ച് പൊട്ടിക്ക് തുള്ളി പഞ്ചസാര. അത് നമ്മുടെ ഉപ്പും പുളിയും ഇതൊക്കെ ബാലൻസ് ചെയ്യാനാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മുടെ അച്ചാർ നാരങ്ങ അച്ചാറാണ്. അത് വീട്ടിലുണ്ടാക്കിയ അച്ചാർ തന്നെയാണ് കേട്ടോ. ഞാൻ നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഞാൻ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന്. അതൊരു കഷ്ണം വയ്ക്കാം, 1 2 കഷ്ണം വയ്ക്കാം. ഇതൊക്കെയാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ള സൈഡ്. ഇനി നമുക്ക് ചിലർ ഈത്തപ്പഴത്തിൻ്റെ അച്ചാറൊക്കെ വെക്കും. നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ടെങ്കിൽ അതും വെക്കാം. ഇപ്പം നമ്മുടെ യമ്മി ടേസ്റ്റി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.